Whitestone Academy മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതെല്ലാം ടെൻസുകളുണ്ട്, അവ ഏതെല്ലാം സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ടെൻസുകളുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. മെയിനായിട്ട് ഈ 3 ടെൻസുകളാണ് നമുക്ക് ഉള്ളത്. അതായത് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലത്തെക്കുറിച്ച്, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച്, കഴിഞ്ഞ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏത് ടെൻസിലാണ്? ഫാസ്റ്റ് ടെൻസിലാണ്. അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. അതായത് പ്രസന്റ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ ഏത് ടെൻസിലാണ് യൂസ് ചെയ്യാം? പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നാളെ നടക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അടുത്ത നിമിഷം നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച്, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ടെൻസ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഈ 3 ടെൻസുകളാണ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ ഓരോന്നിന്റെ എന്താണ് ഉപവിഭാഗങ്ങളുണ്ട്. എന്താണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഉപവിഭാഗങ്ങളും ഈ ഓരോ ടെൻസുകൾക്കും ഉണ്ട്. അപ്പൊ ആ കാര്യത്തെ കുറിച്ച്, ഈ ടെൻസുകളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ മുതൽ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഈ ടെൻസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. എന്താണ് പ്രസന്റ് ടെൻസ്? വർത്തമാനകാലം എന്നും മലയാളത്തിൽ പറയും. അതായത് ഇപ്പോൾ നടക്കുന്ന, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഏത് ടെൻസ് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രസന്റ് ടെൻസ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാറ്റഗറിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ആസ് an action that is currently happening or happens regularly. അതായത് എന്നും നടക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അത് ഏതെല്ലാം സാഹചര്യത്തിൽ, ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഹാബിച്വൽ ആക്ഷൻ. So what is habitual action? An action which is regularly happening. അതായത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അപ്പൊ ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്, അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ I usually wake up at 7 AM. I usually wake up at 7 AM. എന്താണ്? ഞാൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് എണീക്കും. അപ്പൊ ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന നമ്മുടെ ഒരു പ്രവൃത്തിയാണ്. 7 മണിക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എണീക്കുന്നത്. അപ്പൊ അത്തരത്തില് ഒരു ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 7 AM. അതുപോലെ തന്നെ ഐ യൂഷ്വലി സ്ലീപ്പ് അറ്റ് 10 PM. രാത്രി കിടക്കുന്നത് 10 മണിക്കാണെന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ ഇത്തരത്തില് റെഗുലർലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അത്തരം കാര്യങ്ങളെ പ്രതിപാദിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഹാബിച്വൽ ആക്ഷൻ. ദിവസവും നടക്കുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ജനറൽ ട്രൂത്ത് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു പൊതു സത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തില്. അപ്പൊ അത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പൊ എന്താണ് അതെന്നുള്ളത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. കൗ ഗീവ്സ് ദ മിൽക്ക്. കൗ ഗീവ്സ് ദ മിൽക്ക്. പശു പാല് തരുന്നു അല്ലെ. കൗ ഗീവ്സ് അസ് മിൽക്ക്.
കൗ ഗീവ്സ് അസ് മിൽക്ക്. നമുക്ക് പശു പാല് തരുന്നു. അപ്പൊ ഇത്തരത്തിൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ് നോസ് ദ റിസൾട്ട്. നമ്മൾ പറയാറുണ്ട് ദൈവത്തിന് അറിയാം സത്യം എന്നൊക്കെ പറയില്ലേ. നമ്മൾ ചില നോർമൽ കോൺവെർസേഷൻ ഒക്കെ നടത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലൊക്കെ പറയാം ദൈവത്തിന് അറിയാം സത്യം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് ഗോഡ് നോസ് ദ ട്രൂത്ത്. അപ്പൊ ഇത്തരത്തിലൊരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സെന്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എൻ എക്സ്പ്ലനേറ്ററി സെന്റൻസ് ബിഗിൻസ് വിത്ത് ഹിയർ ആൻഡ് ദെയർ. അതായത് ഹിയർ ആൻഡ് ദെയർ ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പ്ലനേറ്ററി സെന്റൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹിയർ കംസ് സച്ചിൻ അല്ലെ, ഇവിടുത്തെ സച്ചിൻ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ആ എക്സ്പ്ലനേറ്ററി സെന്റൻസ് ഉപയോഗിച്ച് നമ്മൾ അതായത് ഹിയർ എന്ന് പറയുന്ന എക്സ്പ്ലനേറ്ററി അതേപോലെ ദെയർ എന്ന് പറയുന്ന എക്സ്പ്ലനേറ്ററി സെന്റൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് വെൻ വി യൂസ് ടു ഇൻഡിക്കേറ്റ് an activity which is already planned. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഇവന്റ് ഓൾറെഡി പ്ലാൻ ചെയ്ത ഒരു ഇവന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ we can use this simple present tense. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റ് അത് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. ആ പ്ലാൻ ചെയ്ത ഇവന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ട്രെയിൻ കംസ് അറ്റ് 5 PM. ദ ട്രെയിൻ കംസ് അറ്റ് 5 PM. എന്താണ്? ട്രെയിൻ 5 മണിക്ക് വരും. അതായത് നമ്മളൊരു ട്രിപ്പ് പോവാണ്, ട്രെയിൻ വരും എന്നുള്ള കാര്യം ഓൾറെഡി ആ ഒരു സംഭവം നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പൊ ആ ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മൾ ഏത് ടെൻസിലാണ് പറയാ? ദ ട്രെയിൻ കംസ് അറ്റ് 5 PM. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വി ഗോ ടു താജ്മഹൽ നെക്സ്റ്റ് വീക്ക്. വി ഗോ ടു താജ്മഹൽ നെക്സ്റ്റ് വീക്ക്. ഏത് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഇറ്റ് ഈസ് an event which already planned. അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ്? ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് അടുത്ത ആഴ്ച പോകുന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് when you use to indicate an order or request. ഒരു ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഒരു ഉത്തരവിടുകയാണ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മൾ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെൻസ് എന്ന് പറയുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കം ഹിയർ ഏർലി ഇൻ ദ മോർണിംഗ്. ഇവിടെ രാവിലെ നേരത്തെ വരിക അല്ലേ? കം ഹിയർ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്താണ് ഒരു ഓർഡർ വരുന്ന സാഹചര്യത്തില് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. അതായത് ഇതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ അല്ലേ? ഗീവ് മി എ ചാൻസ്, എനിക്കൊരു അവസരം തരൂ. ഗീവ് മി എ ചാൻസ്. ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഇത്തരത്തില് ഒരു ഓർഡർ വിടുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് when you use to express about a fact. ഒരു ഫാക്റ്റിനെ, ഒരു വസ്തുതയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they live in a hut. ഒരു ഹട്ടിലാണ് അവര് ജീവിക്കുന്നത്. they live in a hut. I know English. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫാക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏത് ടെൻസ് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്തരം സാഹചര്യത്തിലാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാന്നുള്ളതാണ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതിനെങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൂവും ഡെസുമാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഡൂ യൂസ് ചെയ്യുന്നത്, ഡെസ് എവിടെ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അപ്പം ഇപ്പൊ എന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഒരാളടുത്ത് ചോദിക്കണം, ഒരു ചോദ്യം ചോദിക്കണം. അപ്പൊ അത് എങ്ങനെ ചോദിക്കാം, ഡു വെച്ച് എങ്ങനെ ചോദ്യം ചോദിക്കാം, ഡസ് വെച്ചിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഐയും യുവും വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഡു വെച്ച് ചോദിക്കാം. ഹി, ഷീ, ഇറ്റ് ഇവ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഡസും യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡു യു പ്ലേ ക്രിക്കറ്റ്, ഡു യു പ്ലേ ക്രിക്കറ്റ് എന്താണ് അർത്ഥം? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ്, ഡു യു പ്ലേ ക്രിക്കറ്റ്, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? യെസ്, ഐ പ്ലേ ക്രിക്കറ്റ്, അല്ലെ? ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതേ സമയത്ത് ഹി പ്ലേസ് ക്രിക്കറ്റ്, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം? ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ അതിനെങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഇപ്പൊ ഈ ഡസ് എവിടെ നിന്നാണ് വന്നത്? ഇവിടെ ഈ പ്ലേസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ പ്ലേസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് പ്ലേ ആണ്, ഇസിക്കൽ ടു പ്ലേസ്. അപ്പൊ അതിന്ന് നമ്മള് ഡസിനെ എടുത്തുകൊണ്ടുവരികയും എന്താണ് ഐ എന്നുള്ളത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ ആവും. അപ്പൊ എന്താണ് യു ആവും, ഡസ്. അല്ലെങ്കിൽ ഇവിടെ ഹി ആണ്, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാണ്. അപ്പൊ ഹി എന്താവും? ഹി തന്നെയാണ്. അപ്പൊ അത് എന്താണ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. പ്ലേസ് ഡസ് ഓൾറെഡി പോയി, അപ്പൊ അവിടെ ബാലൻസ് ഉള്ളത് പ്ലേ മാത്രമാണ്. അപ്പൊ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? യെസ്, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇനി ഐ പ്ലേ ക്രിക്കറ്റ് എന്നാണെങ്കിലോ എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നായിരിക്കും, അല്ലെ? അപ്പൊ അവിടെ എന്താണ് ചോദ്യം വരിക? ഡു യു പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ഡു എവിടെ നിന്ന് വന്നേ? ഈ പ്ലേയില് ഡു പ്ലസ് പ്ലേ ആണ് ഈ പ്ലേ എന്ന് പറയുന്നത്. ഐ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിലെ പ്ലേയിലാണ് ഡു ഉള്ളത്. അപ്പൊ ആ ഡു നമ്മൾ എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഡു ഇടുകയും ഐ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതില് എന്താണ് ഫസ്റ്റ് പേഴ്സൺ ക്വസ്റ്റനിലേക്ക് വരുമ്പോൾ എന്താവും? സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആവും, അല്ലെ? യു, ഡു യു പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡു വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്നും ഡസ് വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ്, പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you so much for watching our video.